എനിക്കും സത്യം എനിക്കറിയാം. അമ്മോ ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാലേ ഈ മടി കൂടാതെ കാര്യങ്ങൾ പറയാനായിട്ടൊരു പ്രത്യേക ധൈര്യം വേണം. അതൊന്നും ഇവിടുത്തെ കാലത്ത് പിടിക്കത്തില്ല. ഇവിടെ ഈ സോപ്പടിയല്ലേ കൂടുതലും, അത് പിടിക്കുകയല്ല സത്യം പറഞ്ഞാൽ. അത്രേ ഉള്ള കാര്യം. നമുക്ക് അങ്ങനെ സോപ്പുണ്ടല്ല. എനിക്കിപ്പോൾ മല്ലിക ചേച്ചിയുടെ അടുത്ത് മല്ലിക ചേച്ചി എന്ത് വിഷയമാണ് എനിക്ക് വാർത്ത ചെയ്യണം, അതാണ് ജേർണലിസം എന്ന് പറയുന്നത്. അതൊന്ന് വിളിച്ചു ചോദിക്കാവുന്നൊരു മാന്യത കാണിക്കണമെന്ന് മാത്രം. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ പൊന്നായതിനാൽ ഞാൻ പറയുന്നത്. കാരണം ചേച്ചി ഇങ്ങനെ ന്യൂസ് കേട്ടല്ലോ, ശരിയാണ്, എന്താ ചോദിച്ചാൽ അതേസമയം ഒരു മാന്യമായിട്ട് വാർത്ത അല്ലെ അച്ചടി മാധ്യമം നടത്തുന്നവരെല്ലാവരും ചോദിക്കുമല്ലോ നമ്മളോട്, എന്തുവാ ചേച്ചി, അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. കാരണം മല്ലിക ചേച്ചി അതല്ല ആളെന്നുള്ളത് നന്നായിട്ടറിയാം. പിന്നെ കുറേ പേർക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് കേട്ടാത്തൊന്നും അവരൊക്കെ വലിയ മഹാന്മാരാന്ന്. അയ്യോ എൻ്റെ ദൈവമേ, ഞാനിതൊന്നും പറയുന്നില്ല. കാരണം എന്തെല്ലാമോ എഴുതി പിടിപ്പിക്കുന്നു, എന്തെല്ലാമോ അങ്ങോട്ട് കള്ളത്തിൽ അങ്ങോട്ട് എഴുതി ഓരോന്നോരോന്ന് അങ്ങ് പറയുക. കാരണം കഷ്ടം തോന്നും നമുക്ക്. എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്? ഈ ആരണ്ടോ പറഞ്ഞതിനോട്ട് അങ്ങ് മണ്ടയ്ക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു അടി കിട്ടും. അത് കിട്ടുന്നുണ്ട് ചില ആൾക്ക്. ഉറപ്പല്ലേ കിട്ടുമെന്നുള്ളത്. മോളിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചു, അതില് ഉള്ള കമന്റുകൾ കണ്ടാൽ ചേച്ചി നമ്മുടെ കണ്ണ് നിറഞ്ഞു. സത്യം ഞാൻ പറയട്ടെ, എനിക്ക് ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയോട് ശരിയാണ്, ഒരു തെറ്റ് പറ്റിപ്പോയി, ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണോ? കാരണം എൻ്റെ അച്ഛനാണ് പോയതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ജീവിതത്തിൽ അതിനെ വളർത്തി പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് എങ്ങനെങ്കിലുമൊക്കെ അതിനൊരു വഴി ഉണ്ടാക്കി അച്ഛൻ കൂടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ പറയാൻ പാടില്ല, ഒന്നും ഒരിക്കലും പറയരുത്. കാരണം ശരിയാണ്, ഈ പറയുന്ന പോലെയോട്ട് ഞാൻ എവിടെങ്കിലും വെച്ച് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ മോനി ഇതൊന്നും കണ്ട് വിഷമിക്കുകയും പിടിക്കുകയോ ഒന്നും ചെയ്യാതെ. കാരണം ശരിയാണ്, തെറ്റ് പറ്റി. ഇപ്പോൾ ആർക്കാ തെറ്റ് പറ്റാതെ? പെണ്ണുങ്ങൾക്ക് തെറ്റ് പറ്റുന്നില്ലേ? ആർക്കാ തെറ്റ് പറ്റാതെ? പെണ്ണിനും തെറ്റ് പറ്റും, ആണിനും തെറ്റ് പറ്റും, ഈ പറയുന്ന ട്രോളുകാർക്കും തെറ്റ് പറ്റും, വേണ്ടാത്തൊക്കെ എഴുതി പിടിപ്പിക്കും. അപ്പോൾ അതൊന്നും ഒരു കാര്യമല്ല. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ വേദന ഒന്ന് ആലോചിച്ചു അല്ലേ. അച്ഛൻ പോയി, ആ അമ്മ എങ്ങനെ സഹിക്കുന്നത്? അയ്യോ ഈശ്വര, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം നമുക്കൊന്നും താങ്ങാനൊക്കത്തില്ല അതൊക്കെ. എങ്ങനെയെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ നേരെ കൊണ്ടുവന്നപ്പോൾ എവിടെയോ ഇരുന്നിട്ട് അവൻ കരയുന്നത് കണ്ടു ഞാൻ. കഷ്ടം തന്നെ ഈശ്വര. അതൊക്കെയാണ് ചേച്ചിയുടെ ഒരു സന്തോഷ മുഹൂർത്തങ്ങളുണ്ട്. ചേച്ചിക്ക് സന്തോഷം വരും, ചില സമയത്ത് സങ്കടം വരും. സന്തോഷം വരുമ്പോൾ ചേച്ചി എന്താണ് കൂടുതൽ ചെയ്യുന്നത്? സന്തോഷം വരുമ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത്, സത്യം പറയട്ടെ, ഞാൻ നല്ല കാര്യമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. സത്യം പറയാം, ഞാനൊരു വലിയ ഈശ്വരഭക്തിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ശരി, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാരൊന്നുമില്ല. സത്യം, ഞാൻ ഇമ്പിച്ചി ബാവയുടെ കൂടെ പാണക്കാട് ഷിഹാബ് തങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. ഇമ്പിച്ചി ബാവയുടെ വീട്ടിൽ പോയിട്ടുള്ള ആളാണ്. വലിയ കാര്യമായിരുന്നു സുഖേട്ടനെ. അത് കഴിഞ്ഞ് ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന പിണറായി, അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം ആൾക്കാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടെ കയറി അങ്ങ് തലയ്ക്കകത്ത് കയറുവാണോ? അതൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവർക്കെല്ലാം ശരിയേ ചെയ്യത്തുള്ളൂ, ഇവരെല്ലാവരും ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞത് അതാണ്, ഈ മനുഷ്യനായാലേ കുറച്ചൊക്കെ ഒരു ഓട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഭരിക്കുന്ന ഒരാളല്ലേ, അയാൾക്ക് കുറച്ച് തെറ്റുപറ്റും. അങ്ങനെയൊക്കെ ഒരു നമുക്ക് സഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ വരണം ആദ്യം. അല്ലാതെ ചുമ്മാതെ വഴിയിലുള്ള കുടുംബക്കാരെ മുഴുവനും ചീത്ത വിളിക്കുന്നതല്ല. ഇത് കേട്ടാൽ തോന്നും ബാക്കിയുള്ളവരൊക്കെ ഹരിചന്ദ്രനാന്ന്. എൻ്റെ ദൈവമേ, അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.